ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ് എന്നതിൽ അടുത്ത സെക്ഷൻ, 4ാമത്തെ സെക്ഷനിൽ നമ്മൾ പ്രിന്റ് മീഡിയയെക്കുറിച്ചും മാധ്യമങ്ങൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിലുള്ള പങ്കിനെ കുറിച്ചുമാണ് ശ്രദ്ധിക്കുന്നത്. ചോദ്യം ഇതാണ്: വാട്ട് ഇസ് പ്രിന്റ് മീഡിയ ഇൻക്ലൂഡ്? പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടും? പ്രിന്റ് മീഡിയ ഇൻക്ലൂഡ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽ, പാംലെറ്റ്സ്, ജേർണൽസ്, ലീഫ്ലെറ്റ്സ്. ഇതെല്ലാം പ്രിന്റ് മീഡിയ എന്ന വിഭാഗത്തിൽ നമുക്ക് പറയാം. ഹൗ ഇസ് പ്രസ് റിഗാർഡഡ് ഇൻ ഡെമോക്രസി? ജനാധിപത്യത്തിൽ പത്രത്തെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ എങ്ങനെയാണ് കരുതുന്നത്? പത്രത്തെയും മാധ്യമങ്ങളെയൊക്കെ നമ്മൾ 4th പില്ലർ എന്നാണ് പറയുക. പ്രസ് ഈസ് റിഗാർഡഡ് ആസ് ദ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ കാവലാൾ എന്നാണ് പത്രങ്ങളെ വിശേഷിപ്പിക്കുക. പ്രസ് ഈസ് റിഗാർഡഡ് ആസ് ദ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി ബിക്കോസ് ഇറ്റ് മോണിറ്റേഴ്സ് ഗവൺമെന്റ്സ് ആക്ഷൻസ്, ഇൻഫോംസ് ദ പബ്ലിക് ആൻഡ് ഹോൾഡ്സ് പവർ അക്കൗണ്ടബിൾ. അധികാരമുള്ളവർ ജനങ്ങളോട് കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യതയുള്ളവരാണ് എന്ന ധാരണ നിലനിർത്തി കൊടുക്കുന്നു. ആക്ടിങ് ആസ് ദ ഫോർത്ത് സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കുന്നു. അലോങ് സൈഡ് ദ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ ബ്രാഞ്ചസ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ കൂടാണ്ട് 4th സ്റ്റേറ്റ് ആയിട്ട് പത്രങ്ങൾ നിലകൊള്ളുന്നു. ദിസ് ട്രഡീഷണൽ റോൾ ഹവർ ഫേസസ് സിഗ്നിഫിക്കന്റ് ചാലഞ്ചസ് ഇൻ ദ മോഡേൺ ഇറ. ആധുനിക കാലഘട്ടത്തിൽ പത്രങ്ങളുടെ ഈ പങ്ക് ഒരു പരിധിവരെ തീർച്ചയായിട്ടും വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. പത്രങ്ങൾ മാത്രമല്ല, പുതിയ നവമാധ്യമങ്ങൾ, പിന്നെ മാത്രമല്ല സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ ഒരു പരിധിവരെ ഇതിനെയൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മറ്റൊരു ചോദ്യം: വാട്ട് ഡു ഇലക്ട്രോണിക് മീഡിയ ലൈക്ക് റേഡിയോ ആൻഡ് ടെലിവിഷൻ ആക്ട് ആസ്? റേഡിയോ, ടെലിവിഷൻ പോലുള്ള ഇലക്ട്രോണിക് മീഡിയ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രോണിക് മീഡിയ ആക്ട് ആസ് എ മിറർ ഓഫ് സോഷ്യൽ ലൈഫ്. സാമൂഹിക ജീവിതത്തിന്റെ കണ്ണാടിയായിട്ട് ഇലക്ട്രോണിക് മീഡിയ പ്രതിഫലിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഓഡിയോ വിഷ്വൽ മീഡിയ ഇൻ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ? സാമൂഹ്യ രൂപാന്തരീകരണത്തിൽ ഓഡിയോ വിഷ്വൽ മീഡിയയുടെ റോൾ എന്താണ്? ദേ ആർ ഹെൽപ്ഫുൾ ഫോർ ബ്രിങ്ങിങ് അബൌട്ട് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. സാമൂഹ്യ രൂപാന്തരീകരണം, മാറ്റം കൊണ്ടുവരുന്നതിന് അവ സഹായകമാണ് ഈ ഓഡിയോ വിഷ്വൽ മീഡിയകൾ. ആൻഡ് സെറ്റിംഗ് അപ്പ് എ ന്യൂ സോഷ്യൽ ഓർഡർ ഫ്രീ ഫ്രം സോഷ്യൽ ഈവിൾ. സാമൂഹ്യ തിന്മകളിൽ നിന്ന് വിമുക്തമായ ഒരു പുതിയ സാമൂഹ്യ ക്രമം സ്ഥാപിക്കുന്നതിന് ഈ ഓഡിയോ വിഷ്വൽ മീഡിയകൾ തീർച്ചയായും സഹായകരവുമാണ്. മറ്റൊരു ചോദ്യം: വാട്ട് ഡസ് സിനിമ കാറ്റർ ടു? സിനിമ ഏതുതരം ആവശ്യങ്ങളാണ് നിറവേറ്റി കൊടുക്കുക, കാറ്റർ ചെയ്യുക? സിനിമ കാറ്റേഴ്സ് ടു ദ ആർട്ടിസ്റ്റിക് ആൻഡ് ഇന്റലക്ച്വൽ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ഒരേ സമയം കലാപരവും അതേസമയം ഭൗതികവുമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട് സിനിമ. ഹൗ ഡു ഫീച്ചർ ഫിലിംസ് ആൻഡ് ഡോക്യുമെന്ററി ഫിലിംസ് ഇമ്പാക്ട് പീപ്പിൾ? ഫീച്ചർ ഫിലിമുകളും ഡോക്യുമെന്ററി ഫിലിമുകളും എങ്ങനെയാണ് സ്വാഭാവികമായും ജനങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തുക? ഫീച്ചർ ഫിലിംസ് ആൻഡ് ഡോക്യുമെന്ററി ഫിലിംസ് ഹാവ് ദെയർ നാച്ചുറൽ ഇമ്പാക്ട് ഓൺ ദ തിങ്കിങ് ഓഫ് ദ പീപ്പിൾ. വളരെ സഹജവും സ്വാഭാവികവുമായ രീതിയിൽ തന്നെ ജനങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ. മറ്റൊരു ചോദ്യമാണ്: വാട്ട് ആർ പബ്ലിക് മീറ്റിംഗ്സ് ഇഫക്റ്റീവ് ഫോർ? പൊതു സമ്മേളനങ്ങൾ എപ്രകാരമാണ് ഫലപ്രദമാവുക? പബ്ലിക് മീറ്റിംഗ്സ് ആർ റിഫ്ലക്റ്റീവ് മീൻസ് ഓഫ് മൗൾഡിംഗ് പബ്ലിക് ഒപ്പീനിയൻ ഫോർ ഡിഫറെന്റ് സോഷ്യൽ, കൾച്ചറൽ, ഇന്റലക്ച്വൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹ്യ, സാംസ്കാരിക, ബൗദ്ധിക, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ഷെയ്പ്പ് ചെയ്യുന്നതിന്, മോൾഡ് ചെയ്യുന്നതിന്, രൂപപ്പെടുത്തുന്നതിനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് പൊതു സമ്മേളനങ്ങൾ അഥവാ പബ്ലിക് മീറ്റിങ്ങുകൾ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് റിഗാർഡിംഗ് പബ്ലിക് ഇഷ്യൂസ്? പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് എന്താണ്? ദ പർപ്പസ് ഈസ് ടു മേക്ക് ദ പീപ്പിൾ പൊളിറ്റിക്കലി കോൺഷ്യസ് ടു തിങ്ക് അബൌട്ട് പബ്ലിക് പ്രോബ്ലംസ്. പൊതുജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക. ഇതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന പങ്ക്. പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്നതോ പൊതുജനങ്ങളെ ഭാവിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് ഹാനി വരാവുന്നതോ ആയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവരെ അവബോധം നൽകുക, അവരെ ബോധവാന്മാരാക്കുക എന്നിങ്ങനെയുള്ള പങ്ക് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസ് നിർവഹിക്കുന്നുണ്ട്. ഹൗ ഡു പൊളിറ്റിക്കൽ പാർട്ടീസ് മോൾഡ് പബ്ലിക് ഒപ്പീനിയൻ? രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുക? പൊളിറ്റിക്കൽ പാർട്ടീസ് യൂസ് പൊളിറ്റിക്കൽ ജേർണൽസ്, പാംലെറ്റ്സ്, ലീഫ്ലെറ്റ്സ്, മാനിഫെസ്റ്റോസ്, പോസ്റ്റേഴ്സ് എക്സെട്ര ടു മോൾഡ് ദ പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ ജേർണലുകൾ, പാംലെറ്റുകൾ, ലീഫ്ലെറ്റുകൾ, മാനിഫെസ്റ്റോകൾ, പോസ്റ്ററുകൾ എന്നിവ ഇറക്കും. എന്തിനാണ്?
ജനാഭിപ്രായം രൂപപ്പെടുന്നതിന്. ദേ ഓൾസോ കണ്ടക്ട് പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് ഡിബേറ്റ്സ് അബൌട്ട് ഡിഫറെന്റ് ഇഷ്യൂസ്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പൊതുസമ്മേളനങ്ങളും സംവാദങ്ങളും അവർ നടത്തുകയും ചെയ്യും. മറ്റൊരു ചോദ്യം ഇതാണ്, വാട്ട് ഡു ഒപ്പീനിയൻ പോൾസ് സർവ് ടു ഇൻഡിക്കേറ്റ്? അഭിപ്രായ സർവേകളെയാണ് ഒപ്പീനിയൻ പോളുകൾ എന്ന് പറയുന്നത്. അതെന്തിന്റെ സൂചനയാണ്? ഒപ്പീനിയൻ പോൾസ് സർവ് ടു ഇൻഡിക്കേറ്റ് പബ്ലിക് ഒപ്പീനിയൻ അറ്റ് ദ ടൈം വെൻ ദേ ആർ ടേക്കൻ. എപ്പോഴാണോ അഭിപ്രായ സർവേ നടത്തുന്നത് ആ സമയത്തെ പൊതുജനത്തിന്റെ അഭിപ്രായം എന്ത് എന്നതിന്റെ ഒരു സൂചന അഥവാ ക്ലൂ, അതാണ് ഒപ്പീനിയൻ പോളുകൾ. അത് മാറാൻ പാടില്ല എന്നൊന്നുമില്ല. പുതിയ സാഹചര്യത്തിൽ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ഈ അഭിപ്രായങ്ങളൊക്കെ മാറിപ്പോകും. മറ്റൊരു ചോദ്യം ഇതാണ്, ഹൗ ആർ ഒപ്പീനിയൻ പോൾസ് നോർമലി കണ്ടക്റ്റഡ്? ഒപ്പീനിയൻ പോൾസ് സാധാരണ എങ്ങനെയാണ് നടത്തുക? ഒപ്പീനിയൻ പോൾസ് ആർ നോർമലി കണ്ടക്റ്റഡ് ബൈ പ്രൊഫഷണൽ ഏജൻസീസ്. അതിനുവേണ്ടി വിദഗ്ധരായിട്ടുള്ള ഏജൻസികളാണ് ഇവ നടത്തുക. സെലക്ടിങ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള ചെറിയ സാമ്പിളുകളെ പ്രത്യേകമായി സെലക്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം ശേഖരിച്ചിട്ടാണ് ഈ വിദഗ്ധരായ ഏജൻസികൾ ഒപ്പീനിയൻ പോളുകൾ നടത്തുക.